നമ്മൾ ഇന്ന് വചനത്തിൽ നിന്ന് കേൾക്കുന്നത് യേശുവിൻ്റെ സ്നേഹിതന്മാരാകുക എന്ന ടോപ്പിക്കാണ്. ഒന്ന് പറയാമോ? യേശുവിൻ്റെ സ്നേഹിതന്മാരാകുക. ബി ഫ്രണ്ട്സ് ഓഫ് ജീസസ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇത് നമ്മൾ വായിക്കുന്ന വചനഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 12-ാം വചനം നമുക്ക് വായിക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ അല്ലെങ്കിൽ അന്യോന്യം സ്നേഹിക്കണം എന്നതാകുന്നു എൻ്റെ കൽപ്പന. യേശു ഒരു കൽപ്പന നൽകുകയാണ്. ഞാൻ എങ്ങനെ നിങ്ങളെ സ്നേഹിച്ചുവോ അതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. എങ്ങനെയാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത്? ക്ഷമിച്ച്, പരിഭവമില്ലാതെ, സന്തോഷത്തോടെ സ്നേഹിച്ചതുപോലെ നമ്മൾ പരസ്പരം അന്യോന്യം ഇതുപോലെ തന്നെ സ്നേഹിക്കണം എന്നതാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പന. സ്തോത്രം. നമ്മൾ ഇതേ കൽപ്പനയിൽ നിന്ന് ആണ് കഴിഞ്ഞ ആഴ്ചയും കേട്ടത്. അത് യോഹന്നാൻ 13-ാം അധ്യായമായിരുന്നു. 13-ാം അധ്യായത്തിലും ഇതേ കൽപ്പന കർത്താവ് പറഞ്ഞു. സ്തോത്രം. എന്താണ്? അതുകൂടെ വേഗം വായിക്കാം. 13-ന്റെ-34-5 നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അപ്പോൾ ശിഷ്യന്മാരാകുവാൻ നമ്മൾക്ക് എന്തു വേണം? തമ്മിൽ തമ്മിൽ സ്നേഹം വേണം. ഒന്ന് കൈ കൊടുത്ത് പറയാമോ? നമുക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം വേണം. തമ്മിൽ തമ്മിൽ സ്നേഹം വേണം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ പറയുന്ന നമ്മൾ, തമ്മിൽ തമ്മിൽ എന്നൊക്കെ പറയുന്ന ഈ നമ്മൾ ആരാണെന്ന് നിങ്ങൾക്കൊരു വ്യക്തത വേണം. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? വീണ്ടും ജനിച്ച ദൈവ മക്കളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ സഹോദരനെ സ്നേഹിക്കണമെന്ന് പറയുന്നത്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്ന് പറയുന്നത്, ഇത് ജനറലായിട്ട് ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് അല്ല. സ്തോത്രം. ദൈവമക്കളെ, വീണ്ടും ജനിച്ച ദൈവമക്കളെ, പ്രത്യേകിച്ച് നമ്മളുടെ സഭയുടെ അകത്തുള്ള ദൈവമക്കളെ, യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്നവരെ നമ്മൾ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ഇതാണ് കൽപ്പന. അതെങ്ങനെ മനസ്സിലായി എന്ന് നമ്മൾ മുൻപ് കണ്ടതാ. വേഗത്തിൽ ഞാൻ പറയാം. 1 യോഹന്നാൻ 5-1 വായിച്ചാൽ വ്യക്തമായി മനസ്സിലാകും. ഈ കൽപ്പന കൊടുക്കുന്നത് വീണ്ടും ജനിച്ച ദൈവ മക്കളുടെ ഇടയിലാണ് എന്ന്. പ്രൈസ് ഗോഡ്. അവിടെ പറയുന്നു, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവരാണ് അവിടെ ഇരിക്കുന്നത്. യേശുവിനെ വിടുവിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ്. യേശുവാണ് രക്ഷകൻ എന്ന് വിശ്വസിക്കുന്നവരാ. യേശുവാണ് എന്നെ വീണ്ടും ജനിപ്പിച്ചത് എന്ന് വിശ്വസിക്കുന്നവരാ. യേശുവിനെ ക്രിസ്തു, ദ അനോയിന്റഡ് വൺ എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. ജനിപ്പിച്ചവൻ ആരാ? നമ്മുടെ തമ്പുരാൻ. ദൈവമാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നു എന്ന് നീ പറയുന്നെങ്കിൽ, നീ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ, അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കണം. അവനിൽ നിന്ന് ജനിച്ചവൻ എന്ന് പറഞ്ഞാൽ ആരാ? വീണ്ടും ജനിച്ച ദൈവമക്കൾ, സഭയിൽ രക്ഷിക്കപ്പെട്ട് ചേർന്ന് വന്നവർ. കർത്താവ് ദിനം പ്രതി രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്തു.
രക്ഷിക്കപ്പെട്ടവരാണ് സഭയുടെ ഭാഗം. അങ്ങനെയുള്ള ദൈവമക്കളെ യേശു സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കണം. യേശു ജീവൻ കൊടുത്ത് സ്നേഹിച്ചതുപോലെ സഭയിലുള്ള ഓരോ ദൈവമക്കളെയും അന്യോന്യം സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ഇനി ഒരു ചോദ്യം, ഈ അന്യോന്യം ദൈവമക്കളെ സഭയിലുള്ള എല്ലാവരെയും സ്നേഹിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കൽപ്പനകളിൽ ഒന്നാമത്തെ ആണോ രണ്ടാമത്തെ ആണോ? അതിനാദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്താണെന്ന് അറിയണം. എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന? മാർക്കോസ് 12:30. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. രണ്ടാമത്തെ കൽപ്പന, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഇനി ചോദ്യത്തിലേക്ക് വരാം. ഈ തമ്മിൽ അന്യോന്യം സ്നേഹിക്കണം എന്നുള്ളത് ആദ്യത്തെ കൽപ്പനയുടെ ഭാഗമാണോ രണ്ടാമത്തെ കൽപ്പനയുടെ ഭാഗമാണോ? ആദ്യ കൽപ്പന കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ എല്ലാം പൂർണ്ണതയിൽ സ്നേഹിക്കണം, ഇതാണ് ആദ്യത്തെ. രണ്ടാമത്തെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഇതിൽ ഏത് കൽപ്പനയിലാണ് തമ്മിൽ ദൈവമക്കളെ സ്നേഹിക്കണം എന്നുള്ളത് വരുന്നത്? സ്തോത്രം. ഉത്തരം പറയാം, ഒന്നാമത്തെ കൽപ്പനയാണ്. ഹല്ലേലൂയ. കാരണം അയൽക്കാരൻ എന്ന് പറയുന്നത് ആവശ്യമുള്ളവനാണ് നമ്മളുടെ അയൽക്കാരൻ. അത് എത്ര ദൂരെയുള്ളവനായാലും അടുത്തുള്ളവനായാലും അവരെ നമ്മൾ കർത്താവിൽ സ്നേഹിക്കണം. നമ്മൾ അവരെ രക്ഷയുടെ സുവിശേഷം അറിയിക്കണം, കഴിയുന്നത് ചെയ്യണം. അതാണ് അയൽക്കാരൻ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കണം എന്ന കൽപ്പനയിൽ ദൈവമക്കളെ സ്നേഹിക്കണം എന്നത് അടങ്ങിയിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് പാസ്റ്റർ അങ്ങനെ പറയുന്നത്? അതിന്റെ കാരണം നോക്ക്, ഭൂമിയിൽ യേശുവിന്റെ ശരീരമാണ് സഭ. സകലത്തിലും അവന്റെ പൂർണ്ണതയായ അവന്റെ ശരീരമായ സഭ. അപ്പോൾ യേശുവിന്റെ ശരീരം എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഓരോരുത്തരെയും കൂടി വരുന്നതാണ്. അപ്പോൾ യേശുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ആ ശരീരത്തിന്റെ അംശങ്ങളായ ഓരോരുത്തരെയും സ്നേഹിക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്. യേശുവിനെ, ദൈവത്തെ സ്നേഹിക്കുക, പൂർണ്ണതയിൽ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ ശരീരമാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടം. അതിനെയാണ് സഭ എന്ന് പറയുന്നത്. കെട്ടിടമോ ആളുകൾ ഉണ്ടാക്കിയ ഓരോന്നൊന്നുമല്ല. രക്ഷിക്കപ്പെടുന്നവരാണ് സഭയുടെ ഭാഗം. അവരാണ് യേശുവിന്റെ ശരീരം. ആ ശരീരത്തിന്റെ അംശങ്ങളായ നമ്മൾ ഓരോരുത്തരും പല അവയവങ്ങൾ എല്ലാം ചേർന്ന് യേശുവിന്റെ ശരീരമാകുന്നു. അപ്പോൾ യേശുവിനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ, സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ദൈവമക്കളെ എല്ലാം നമ്മൾ അന്യോന്യം സ്നേഹിക്കണം. അതുകൊണ്ട് ഇത് ആദ്യ കൽപ്പനയുടെ അകത്ത് തന്നെ വരുന്നതാണ്. അയൽക്കാരൻ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവനാകണമെന്ന് നിർബന്ധമില്ല. അവനൊരു ആവശ്യത്തിനുള്ളവനാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക്, സഭയ്ക്ക്, ദൈവമക്കളുടെ കൂട്ടായ്മയ്ക്ക് അതുപോലെ ഒരു പ്രാധാന്യം നമ്മളുടെ ദൈവം നൽകുന്നുണ്ട്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയുവാൻ ഇടയാകും. നിങ്ങൾ വലിയ പ്രവർത്തികൾ ചെയ്യുമ്പോൾ എന്നല്ല പറഞ്ഞത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? രക്ഷിക്കപ്പെട്ടു, സഭയിൽ വന്നു, അന്യോന്യം സ്നേഹിക്കുക, സഭയിലുള്ളവർക്ക് വേണ്ടി കരുതുക, അവരെ അറിയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ എങ്ങനെ ഇതൊരു വലിയ സഭയിൽ ചെയ്യും? വലിയ സഭയിൽ കൂട്ടായ്മകളുണ്ട്, ഹൗസ് മീറ്റിങ്ങുകളുണ്ട്, ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പുകളുണ്ട്, യൂത്ത് മീറ്റിങ്ങുകളുണ്ട്. അവിടെ എല്ലാം ആ കൂട്ടായ്മയിൽ ഉള്ളവർക്ക് വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുക, അവരുടെ ക്ഷേമം അന്വേഷിക്കുക, അവരെ ക്രിസ്തുവിൽ സ്നേഹിക്കുക.
വചനത്തിൽ ബലപ്പെടുത്തുക, അവരെ ക്രിസ്തുവിൽ എൻകറേജ് ചെയ്യുക. അല്ലാതെ ഇനി സ്നേഹിക്കണമെന്ന് പറഞ്ഞ് മറ്റു രീതിയിലുള്ള സാമ്പത്തിക സഹായത്തിന്റെ കാര്യമോ ലോകത്തിന്റെ രീതിയിലുള്ള കാര്യമോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിൽ സ്നേഹവന്ദനം, ക്രിസ്തുവിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ഒരു ആശീർവാദം. ഹല്ലേലൂയ. മക്കളുടെ കാര്യമെല്ലാം ദൈവം കരുതിക്കോളും എന്ന ഒരു പ്രവചന വാക്ക്. ഇതെല്ലാം പറഞ്ഞ് പരസ്പരം നമ്മൾ സ്നേഹത്തിലായിരിക്കുമ്പോൾ നമ്മൾ യേശുവിന്റെ ശിഷ്യന്മാരെന്ന് കർത്താവ് അനേകരെ തന്നെ അറിയിച്ചോളും. നമ്മൾ ആദ്യം ഇത് ചെയ്താൽ മതി. കുറച്ചും കൂടെ വ്യക്തമാക്കാം. 1 യോഹന്നാൻ 4:20 അവിടെ പറയുക, കാണപ്പെടുന്ന സഹോദരനെ എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ചവനെയായി സഹോദരൻ എന്ന് പറയുന്നത്. ദൈവമക്കളെ, കാണപ്പെടുന്ന ദൈവമക്കളെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? വായിക്കാം. 1 യോഹന്നാൻ 4:20-21. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. നോക്ക്, കണ്ടിട്ടുള്ള സഹോദരൻ, നമ്മുടെ സഭയിലുള്ള വ്യക്തികൾ അവരെങ്ങനെയുള്ളവരായിക്കോട്ടെ, ചിലർക്ക് ധനവാന്മാരെ ഇഷ്ടമല്ല, ചിലർക്ക് അങ്ങനെയൊക്കെയുള്ള ഇതുകളുണ്ട്, ചിലർക്ക് ധനം കുറഞ്ഞവരെ ഇഷ്ടമല്ല, ചിലർക്ക് അതൊന്നും ഇവിടെ വിഷയമല്ല. എങ്ങനെയുള്ളവരാണെങ്കിലും ജനിപ്പിച്ചവൻ ഒന്നാണ്. വീണ്ടും ജനിച്ച ദൈവമക്കൾ ദൈവപിതാവിന്റെ മക്കളാണ്, നിത്യതയുടെ അവകാശികളാണ്, യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. നമ്മളുടെ കൂട്ടവകാശികളെ നമ്മൾ സ്നേഹിക്കണം. ആ വചനം ഒന്നും കൂടെ വായിക്കാം. 1 യോഹന്നാൻ 4:20. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ സഭയിലുള്ള ആരും അറിയില്ല. കൂട്ടായ്മ മീറ്റിങ്ങുകൾ വന്നു കഴിഞ്ഞാൽ വരുന്നു പോകുന്നു, അല്ലാതെ ഒന്നും അറിയില്ല. പരസ്പരം ആ സഭയോട് ചേർന്ന് ഉപദേശം. എങ്ങനെയാ സഭയോട് ചേരുന്നത്? സഭയുടെ ഉപദേശം, കൂട്ടായ്മ, അപ്പം നുറുക്കൽ, പ്രാർത്ഥന, അതിലെല്ലാം ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബലപ്പെടുത്തി. അതൊന്നും ഇല്ലെങ്കിൽ, സഹോദരന്മാരെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, സഹോദരിമാർ അവരെ ഒരുമിച്ച് സ്നേഹിക്കുന്നില്ലെങ്കിൽ, ഇവിടെ പറയുക, വീണ്ടും ജനിച്ച ആ സഭയെ, ദൈവമക്കളെ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നില്ല. അതായത് ആദ്യ കൽപ്പന തെറ്റിക്കഴിഞ്ഞു. നീ ദൈവത്തെ സ്നേഹിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും നിന്റെ സഭയിലുള്ളവരെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കാൻ നിനക്ക് കഴിയുന്നതല്ല. ആദ്യ കൽപ്പനയിൽ പരസ്പരം നമ്മൾ സഭാ മക്കൾ തമ്മിൽ അന്യോന്യം സ്നേഹിക്കുക എന്നത് അടങ്ങി ഇരിക്കുന്നു. കൈ ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:20 വായിച്ചത്. 21 കൂടെ വായിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്ന കൽപ്പന അവനിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നു. നോക്ക്, നുണ പറയരുത്, ഒരു കൽപ്പനയാണ്. മോഷ്ടിക്കരുത്, കൽപ്പനയാണ്. വ്യഭിചാരം ചെയ്യരുത്, ദൈവ കൽപ്പനയാണ്. ഇതുപോലെ തന്നെ പറയുക, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഭയിലെ ദൈവ മക്കളെ അന്യോന്യം സ്നേഹിക്കണം എന്നത് എൻ്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇത് ആദ്യത്തെ ആ കമാൻഡ്മെന്റിൽ, കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് യേശുവിന്റെ ശരീരമാണ്, അതിനെ ബഹുമാനിക്കണം. ആ ശരീരത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. സഭാമക്കൾ ശരീരത്തിന്റെ ഭാഗമാണ്, അവരെ ബഹുമാനിക്കണം, അവരെ ക്രിസ്തുവിൽ കാണണം, ക്രിസ്തുവിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ക്രിസ്തുവിൽ അവരെ പണിയുന്നവരാകണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമുക്ക് തിരിച്ച് 15-ാം അധ്യായത്തിലേക്ക് വരാം. യോഹന്നാൻ 15:12 വായിച്ചത്. 13 വായിക്കാം. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. സ്തോത്രം.
ഇവിടെ പറയുക, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ ആയിരിക്കും. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലുതായ സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ. എന്താണ് ഈ കൽപ്പിക്കുന്നത്? ഇവിടെ ഒരു കാര്യം യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ച, ഇപ്പൊ പറഞ്ഞ ഈ കൽപ്പിച്ച കാര്യം ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ ആയിരിക്കും. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. ആരെ സ്നേഹിക്കണമെന്ന കൽപ്പന ഇപ്പൊ തന്നത്? പരസ്പരം അന്യോന്യം സ്നേഹിക്കണം. യേശു നമ്മളെ സ്നേഹിച്ചതുപോലെ സഭയിലുള്ള ഓരോ ദൈവമക്കളെയും അന്യോന്യം സ്നേഹിക്കണം. യേശു നമ്മെ സ്നേഹിച്ചതുപോലെ വീണ്ടും ജനിച്ച് രക്ഷിക്കപ്പെട്ട് പാപത്തെ വെറുത്ത് യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായ ദൈവമക്കളെ സ്നേഹിക്കണം. അങ്ങനെ ഞാൻ തന്ന കൽപ്പന നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ, അന്യോന്യം സഭയിലുള്ളവരെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ ആയിരിക്കും.